Dear students, 4th semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ 20ാമത്തെ വീഡിയോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. A car hire firm has 2 cars which it hires out day by day. The number of demands for a car on each day is distributed as a Poisson variate with a mean 1.5. Calculate the proportion of days on which neither car is used, some demand is refused. A car hire firm has 2 cars which it hires out day by day. The number of demands for a car on each day is distributed as a Poisson variate with mean 1.5. Calculate the proportion of days on which neither car is used, some demand is refused. ഒരു കാർ ഹയർ ഫേമിന്, കാറ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഫേമിന് 2 കാറുകളുണ്ട്. ദിവസവും ഇത് പുറത്ത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഒരു കാറിൻ്റെ ആവശ്യങ്ങളുടെ എണ്ണം വിതരണം ചെയ്തിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ 1.5 വരുന്ന പോയിസൺ വേരിയൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് ഓൺ വിച്ച് നെയ്തർ കാർ ഈസ് യൂസ്ഡ്. ഒരു കാറും ഉപയോഗിക്കാതെ ഇരിക്കാനുള്ള പ്രപ്പോർഷൻ എന്ത്, അനുവാദം എന്ത്, അല്ലെങ്കിൽ പ്രൊബബിലിറ്റി എന്ത്, അതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ചില ആവശ്യങ്ങൾ നിരസിക്കാനുള്ള പ്രപ്പോർഷൻ എന്ത്, ചില ആവശ്യങ്ങൾ നിരസിക്കാനുള്ള പ്രൊബബിലിറ്റി എന്താണ്. അപ്പോൾ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അരിത്തമെറ്റിക് മീൻ 1.5 ആണെന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത്, അപ്പോൾ എം എന്ന് പറയുന്നത് 1.5 ആണ്. പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ e raised to minus m into m raised to x by x factorial. P of x equal to e raised to minus m into m raised to x by x factorial. m 1.5 ആണ്. അപ്പോൾ e raised to minus 1.5 into 1.5 raised to x by x factorial. And e raised to minus 1.5 equal to 0.2231. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയ്തർ കാർ വിൽ ബി യൂസ്ഡ്. നെയ്തർ കാർ വിൽ ബി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദർ ഈസ് നോ ഡിമാൻഡ് ഫോർ എനി കാർ. ഒരു കാർ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാറിനും ഒരു ആവശ്യക്കാരും ഇല്ലാതെ ഇരിക്കുക എന്നാണ്. ഹെൻസ് ദ റിക്വയർഡ് പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് ഓൺ വിച്ച് നോ കാർ ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് നോക്കാം. നെയ്തർ കാർ വിൽ ബി യൂസ്ഡ് ഇഫ് ദർ ഈസ് നോ ഡിമാൻഡ് ഫോർ എനി കാർ. ഹെൻസ് ദ റിക്വയർഡ് പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് on which no car is used is P of x equal to 0 equal to e raised to minus 1.5 into 1.5 raised to 0 by 0 factorial. 1.5 raised to 0 എന്ന് വെച്ചാൽ 1 ആണ്. 0 factorial എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ആൻസർ e raised to minus 1.5. അത് നമുക്കറിയാം 0.2231. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സം ഡിമാൻഡ് ഈസ് റെഫ്യൂസ്ഡ്. കാൽക്കുലേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് ഓൺ വിച്ച് സം ഡിമാൻഡ് ഈസ് റെഫ്യൂസ്ഡ്. ചില ഡിമാൻഡുകൾ നിരസിക്കാൻ, ചില ആവശ്യങ്ങൾ നിരസിക്കണമെങ്കിൽ, ചില ഓർഡറുകൾ നിരസിക്കണമെങ്കിൽ അതിന് ആകെ ഇവിടെ 2 കാറുകളേ ഉള്ളൂ. അപ്പോൾ ചില ഓർഡറുകൾ നിരസിക്കുക, അല്ലെങ്കിൽ ചില ഡിമാൻഡുകൾ നിരസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം 2ൽ കൂടുതൽ ആവശ്യക്കാർ വരുമ്പോഴാണ്. 2 കാറുകളേ ഉള്ളൂ. അപ്പോൾ 2ൽ കൂടുതൽ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഡിമാൻഡുകളെല്ലാം നിരസിക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 കണ്ടെത്തുക എന്നാണ്. സിൻസ് എ ഫേം ഹാസ് ഓൺലി 2 കാർസ്, സം ഡിമാൻഡ് വിൽ ബി റെഫ്യൂസ്ഡ് ഇഫ് ദ നമ്പർ ഓഫ് ഡിമാൻഡ്സ് പെർ ഡേ ഈസ് ഗ്രേറ്റർ ദാൻ 2. ഹെൻസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. Since the firm has only 2 cars, some demands will be refused if the number of demands per day is greater than 2. Hence, the required proportion is given by P of x greater than 2. Probability of x greater than 2 എന്ന് പറഞ്ഞാൽ probability of x equal to 3 plus probability of x equal to 4 etc.
that is equal to 1 minus probability of x less than or equal to 2. That is 1 minus p of x equal to 0 plus p of x equal to 1 plus p of x equal to 2. ഈ മൂന്ന് പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുക, അത് 1ൽ നിന്ന് മൈനസ് ചെയ്യുക, ഈക്വൽ ടു 1 മൈനസ് p of x equal to 0 e raised to minus 1.5 into 1.5 raised to 0 by 0 factorial പ്ലസ് പിന്നെ p of x equal to 1 ആണ്, എക്സിന് 1 കൊടുക്കുക, e raised to minus 1.5 into 1.5 raised to 1 by 1 factorial. അടുത്ത probability of x equal to 2 ആണ്, e raised to minus 1.5 into 1.5 square by 2 factorial equal to 1 minus, ഇതിലെല്ലാത്തിലും കോമൺ ആണ് e raised to minus 1.5, ഔട്ട് സൈഡിൽ എടുക്കും. പിന്നെ ഇവിടെ എന്താണ് വരുന്നത്, 1.5 raised to 0 that is 1, 0 factorial 1, അപ്പോൾ 1 by 1 1 പ്ലസ് ഇവിടെ 1.5 raised to 1 by 1 factorial ആണ്, അപ്പോൾ 1.5 by 1 that is 1.5. ഇവിടെ 1.5 square by 2 factorial, 1.5 square എന്ന് പറഞ്ഞാൽ 1.5 into 1.5 2.25 ഡിവൈഡഡ് ബൈ 2 എന്നാണ്, അതായത് 1.125 ഈക്വൽ ടു 1 മൈനസ് e raised to 1.5ൻ്റെ വാല്യൂ 0.2231 ഇൻറ്റു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 3.625. That is equal to 1 minus 0.8087375 equal to 0.19122625. Number equal to probability into total number. Number equal to probability into total number. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ നമുക്കൊരു പ്രോബ്ലം ഉദാഹരണമായിട്ട് എടുക്കാം. Out of 500 items selected for inspection, 0.2% are found to be defective. Find how many loads will contain exactly no defective if there are 1000 loads. Use Poisson distribution. Out of 500 items selected for inspection, 0.2% are found to be defective. Find how many loads will contain exactly no defective if there are 1000 ലോഡ്സ്. 1000 ലോഡ്സിൽ എത്ര എണ്ണത്തിൽ നോ ഡിഫക്റ്റീവ്സ് ഉണ്ടായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ലോട്ടിൽ 500 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 500 ഐറ്റംസ് സെലക്റ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ, ഒരു ലോട്ട് എടുത്തു, അതിൽ 500 ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ 500 എണ്ണം ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ 0.2% ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ എന്ന് പറയുന്നത് 500, സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് 500 ആണ്. അതുപോലെ പി, സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് 0.2%, അതായത് 0.2/100 0.002. ഇനി ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് n ഇൻറ്റു പി, 500 ഇൻറ്റു 0.2/100 1. അതിനുശേഷം പി ഓഫ് എക്സ് എഴുതാം. നമുക്ക് നോക്കാം. പി ഈക്വൽ ടു 0.2% ഈക്വൽ ടു 0.002, അതായത് 0.2/100 എന്നാണ്. n 500, m എന്ന് പറയുന്നത് എൻ പി, 500 ഇൻറ്റു 0.002 ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m ഇൻറ്റു m raised to x by x ഫാക്ടോറിയൽ. ഇവിടെ m 1 ആണ്, അപ്പോൾ e raised to minus 1 ഇൻറ്റു 1 raised to x by x ഫാക്ടോറിയൽ. 1 raised to x 1 ആയതുകൊണ്ട് e raised to minus 1 by x ഫാക്ടോറിയൽ. ഇനി e raised to minus 1ൻ്റെ വാല്യൂ 0.3679. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഹൗ മെനി ലോഡ്സ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി നോ ഡിഫക്റ്റീവ് എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഡിഫക്റ്റീവ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? എക്സിന് 0 കൊടുത്താൽ മതി. പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus 1 by x ഫാക്ടോറിയൽ, എക്സിന് 0 കൊടുക്കുക, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഡിഫക്റ്റീവ് കിട്ടും. അപ്പോൾ ഒരു ലോട്ടിൽ നോ ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബിലിറ്റി ലഭിക്കും. അപ്പോൾ 1000 ലോട്ടുകളിൽ നോ ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? അവിടെയാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്തത്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ 1000 ലോഡ്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ഇൻറ്റു ടോട്ടൽ നമ്പർ, ദാറ്റ് ഈസ് 0.3679 ഇൻറ്റു 1000 എന്ന് വരും. നോക്കാം.
P of x equal to 0. Probability of getting no defective equal to e raised to minus 1 by 0 factorial equal to e raised to minus 1 equal to 0.3679. Number of loads containing no defectives if there are 1000 loads. Number of loads containing no defectives if there are 1000 loads equal to probability into n. So that is equal to 0.3679 into 1000. 0.3679 into 1000 equal to 367.9 equal to 368. Therefore, number of loads containing no defective equal to 368. Another question. In a factory manufacturing optical lenses, there is a small chance of 1 by 500 for any one lens to be defective. The lenses are supplied in packets of 10. Use Poisson distribution to calculate the approximate number of packets containing one defective, no defective lenses in a consignment of 20,000 packets. You are given that e raised to minus 0.02 equal to 0.9802. In a factory manufacturing optical lenses, there is a small chance of 1 by 500 for any one lens to be defective. The lenses are supplied in packets of 10. Use Poisson distribution to calculate the approximate number of packets containing one defective, no defective lenses in a consignment of 20,000 packets. അപ്പോൾ ഒരു ഓപ്റ്റിക്കൽ ലെൻസ് മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ ഒരു ലെൻസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി 1/500 ആണ്. ലെൻസുകൾ സപ്ലൈ ചെയ്യുന്നത് 10 ലെൻസ് ഒരു പാക്കറ്റിൽ ആ രീതിയിലാണ്. പാക്കറ്റ്സ് ഓഫ് 10 ആയിട്ടാണ് ലെൻസുകൾ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്മോൾ ലെറ്റർ n എന്താണ്? 10. സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 10. സ്മോൾ ലെറ്റർ p എന്ന് പറയുന്നത് 1/500. അപ്പോൾ സ്മോൾ ലെറ്റർ m എന്താണ്? n ഇൻറ്റു p. ദാറ്റ് ഈസ് 10 ഇൻറ്റു 1/500 0.02. അപ്പോൾ നമുക്ക് m കിട്ടി. ഇനി ഇവിടെ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. യൂസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് m കണ്ടെത്തി 0.02. ഇനി p ഓഫ് എക്സ് എഴുതാം. p ഓഫ് എക്സ് ഈക്വൽ ടു e റേസ് ടു മൈനസ് m ഇൻറ്റു m റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ n ആണ് p. പ്രോബബിലിറ്റി ഓഫ് മാനുഫാക്ചറിങ് വൺ ഡിഫക്റ്റീവ് ലെൻസ് ഈക്വൽ ടു 1/500 0.002. m equal to np, that is 10 into 0.002 equal to 0.02. ഇനി നമുക്ക് p of x കാണാം. p of x equal to e raised to minus m into m raised to x by x factorial equal to e raised to minus 0.02 into 0.02 raised to x by x factorial and e raised to minus 0.02 equal to 0.9802. ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ പി ഓഫ് എക്സ് നമുക്ക് കിട്ടി, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് നോ ഡിഫക്റ്റീവ്, വൺ ഡിഫക്റ്റീവ് ലെൻസസ് ഇൻ എ കൺസൈൻമെൻറ്റ് ഓഫ് 20,000 പാക്കറ്റ്സ് ആണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ ഒരു ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്താണ്? അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ ഒരു പാക്കറ്റിൽ നോ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് കണ്ടെത്തണം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കറ്റിൽ ഒരു ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി അറിയാമെങ്കിൽ അതിനെ 20,000 കൊണ്ട് ഗുണിച്ചാൽ 20,000 പാക്കറ്റുകളിൽ എത്ര എണ്ണത്തിൽ ഒരു ഡിഫക്റ്റീവ് ഉണ്ടെന്ന് കാണാം. നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതുപോലെ ചെയ്താൽ എക്സിന് 1 കൊടുത്താൽ e റേസ് ടു മൈനസ് 0.02 ഇൻറ്റു 0.02 റേസ് ടു 1/1 ഫാക്ടോറിയൽ. അത് സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 0.019604. ഇനി നമ്മൾ എന്താ കാണേണ്ടത്?
number of packets containing one defective lens. Number of packets containing one defective lens in a consignment of 20,000 packets. എന്ന് പറയുമ്പോൾ ഇതിനെ ഈ 0.019604നെ 20,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും നമുക്ക്? 392 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് വൺ ഡിഫക്റ്റീവ് ലെൻസ് ഈക്വൽ ടു 392. അടുത്ത നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഡിഫക്റ്റീവ്. P of x equal to 0. E raised to minus 0.02 into 0.02 raised to 0 by 0 factorial. ഇത് രണ്ടും 1 ആണ്. അപ്പോൾ E raised to minus 0.02 അതായത് 0.9802. ഇനി number of packets containing no defective lens in a consignment of 20,000 packets equal to 0.9802 into 20,000 equal to 19604. 19604. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് നോ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 19604. ഒരു ഡിഫക്റ്റീവ് ആണെങ്കിൽ ഒരു ഡിഫക്റ്റീവിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 392 പാക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഫിറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു, അതിനുശേഷം ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കാണണം എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. തന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാം. അങ്ങനെ അരിത്തമെറ്റിക് മീന് നമുക്ക് എം എന്ന് പേര് കൊടുക്കാം. ആ എം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. E raised to minus m into m raised to x by x factorial. അത് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കണ്ടെത്താം. ക്യാപിറ്റൽ N ഇൻറ്റു E raised to minus m ഇൻറ്റു m raised to x by x factorial. ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്ന ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് സിഗ്മ എഫ് ആയിരിക്കും. അത് വെച്ച് ക്യാപിറ്റൽ N അറിയാം. പിന്നെ എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3 അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. If we want to fit a Poisson distribution to a given frequency distribution, we have to compute the mean of the given distribution and take it as m. Once m is known, the Poisson distribution is obtained by putting that value of m in e raised to minus m into m raised to x by x factorial. The expected or theoretical frequencies can be obtained by putting x equal to 0, 1, 2, 3, etc. in capital N into e raised to minus m into m raised to x by x factorial. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുക. ആ അരിത്തമെറ്റിക് മീൻ ലഭിച്ചാൽ അതിനെ എം എന്ന് പേര് കൊടുക്കുക. എം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus m into m raised to x by x factorial. പിന്നീട് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കാണണം. എങ്ങനെ? എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു തിയററ്റിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. പിന്നെ 1 എന്ന് കൊടുക്കുക, പിന്നീട് 2, 3 അങ്ങനെ തുടർച്ചയായിട്ട് വാല്യൂസ് കൊടുക്കുക. ഏതിൽ? ക്യാപിറ്റൽ N ഇൻറ്റു e raised to minus m into m raised to x by x factorial. ഈ ക്യാപിറ്റൽ N എങ്ങനെ കിട്ടും? നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ആ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഫ്രീക്വൻസി ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രീക്വൻസിയുടെ ടോട്ടൽ അതാണ് ക്യാപിറ്റൽ N. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫിറ്റ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. അപ്പോൾ നമുക്കൊരു ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണിത്. നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4. എഫിൻ്റെ വാല്യൂ 123, 59, 14, 3, 1. അപ്പോൾ നമ്മളോട് ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുക. അരിത്തമെറ്റിക് മീൻ കാണാൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് ചെയ്യണം. അപ്പോൾ എക്സ് താഴെ 0, 1, 2, 3, 4, എഫ് 123, 59, 14, 3, 1 ഈ വാല്യൂസ്
താഴെ എഴുതി, അത് ടോട്ടൽ ചെയ്തു, ക്യാപിറ്റൽ N വാല്യൂ കൊടുത്ത് 200. എഫ് എക്സ് പറഞ്ഞാൽ 0 × 123 0, 1 × 59 59, 2 × 14 28, 3 × 3 9, 4 × 1 4, ടോട്ടൽ ചെയ്തപ്പോൾ 100. അപ്പോൾ എഫ് എക്സ് കിട്ടി. ടോട്ടൽ എഫ് എത്രയാണ്? 200. അതിന് നമ്മൾ ക്യാപിറ്റൽ N കൊടുത്തു. ഇനി അരിത്തമെറ്റിക് മീൻ സ്മോൾ ലെറ്റർ M എന്ന് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ബാർ, അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ, 100/200 0.5. ഇതാണ് സ്മോൾ ലെറ്റർ M. ദസ് M ഈക്വൽ ടു 0.5. M 0.5 കിട്ടിയാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. e⁻⁻m × m⁻x/x factorial. Therefore, the Poisson distribution P of x equal to e⁻⁻m × m⁻x/x factorial. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് എഴുതുന്നു. തിയററ്റിക്കൽ ഫ്രീക്വൻസി എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം എക്സ് എന്നുള്ള കോളം 0 1 2 3 4 താഴെ വേണം. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് വേണം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ഈക്വൽ ടു 2, പി ഓഫ് എക്സ് ഈക്വൽ ടു 3, പി ഓഫ് എക്സ് ഈക്വൽ ടു 4. അത് കണ്ടെത്തണം. പിന്നീട് തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്താണ്? ക്യാപിറ്റൽ N ഇൻറ്റു ഈ പി ഓഫ് എക്സ്, അതായത് e⁻⁻m × m⁻x/x ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ആ കോളം ഉണ്ടാക്കാം. പി ഓഫ് എക്സ് e⁻⁻0.5 × 0.5x/x ഫാക്ടോറിയൽ. തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആർ, നമുക്ക് ആ ടേബിൾ നോക്കാം. അപ്പോൾ എക്സിന് ഇവിടെ 0 1 2 3 4, പി ഓഫ് എക്സ് ഈക്വൽ ടു e⁻⁻m × m⁻x/x ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് e⁻⁻ -0.5 × 0.5x/x ഫാക്ടോറിയൽ. അപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ e⁻⁻0.5 × 0.5/0 ഫാക്ടോറിയൽ. 0.5/0 1 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പോൾ e⁻⁻0.5 അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതി 0.6065. ഇനി എക്സിന് 1 കൊടുക്കുന്നു. e⁻⁻0.5 × 0.5/1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് e⁻⁻0.5 × 0.5 0.6065 × 0.5, ദാറ്റ് ഈസ് 0.30325. ഇനി എക്സിന് 2 കൊടുക്കുന്നു. e⁻⁻0.5 × 0.5/2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്താൽ 0.0758125. അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 3, e⁻⁻0.5 × 0.5/3/3 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്താൽ 0.012635. ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 4, e⁻⁻0.5 × 0.5/4/4 ഫാക്ടോറിയൽ ഈക്വൽ ടു 0.01579. അടുത്ത തിയററ്റിക്കൽ ഫ്രീക്വൻസിയാണ്. തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്നാണ് ക്യാപിറ്റൽ N ഇൻറ്റു e⁻⁻m × m⁻x/x ഫാക്ടോറിയൽ, അതായത് N ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഇവിടെ ക്യാപിറ്റൽ N 200 ആണെന്ന് കണ്ടു. അപ്പോൾ 200 ഇൻറ്റു ആദ്യത്തെ 0.6065 121, നമ്മൾ ഡെസിമൽ കളഞ്ഞ് ഇൻറ്റിജറിന് കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ 121. അടുത്തതുപോലെ 200 ഇൻറ്റു 0.30325 61, 200 ഇൻറ്റു 0.0758125 15, 200 ഇൻറ്റു 0.012635 3, 200 ഇൻറ്റു 0.0016 0.31 ഈക്വൽ ടു 0. 0.31 ആയതുകൊണ്ട് 0. അപ്പോൾ ഇതാണ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. ഇങ്ങനെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുക. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല. കാരണം ആ രീതിയിലാണ് നമുക്ക് തന്ന ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ആ എക്സ് ബാർ നമുക്ക് എം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം പി ഓഫ് എക്സ് e⁻⁻m × m⁻x/x ഫാക്ടോറിയൽ കണ്ടെത്തുന്നു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് തിയററ്റിക്കൽ ഫ്രീക്വൻസിയുടെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അത് ആദ്യത്തെ കോളത്തിൽ എക്സിൻ്റെ വാല്യൂസ് എഴുതുന്നു. പിന്നെ
പ്രോബിലിറ്റി കണ്ടെത്തണം. പി ഓഫ് എക്സ് എന്നുള്ള കോളം അത് ഓരോന്നും ഇതുപോലെ ചെയ്ത് കണ്ടെത്തണം. അതിനുശേഷം മൂന്നാമത്തെ കോളം തിയററ്റിക്കൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ എൻ ഇൻറ്റു പി ഓഫ് എക്സ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അത് ഇവിടെ 200 ആണ്. അപ്പോൾ അത് വെച്ച് തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. A systematic sample of 100 pages was taken from a dictionary and the observed frequency distribution of foreign words per page was found to be as follows. Number of foreign words per page x 0, 1, 2, 3, 4, 5, 6. Frequency 48, 27, 12, 7, 4, 1, 1. A systematic sample of 100 pages was taken from a dictionary and the observed frequency distribution of foreign words per page was found to be as follows. Calculate the expected frequencies using Poisson distribution. Also compute variance of fitted distribution. അപ്പോൾ നമുക്കിവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. 0, 1, 2, 3, 4, 5, 6 എക്സ് എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് നമ്മൾ എക്സ് ബാർ എന്ന് പറയും. അത് തന്നെയാണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാനാണ്. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് യൂസിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എക്സ് എന്നുള്ള കോളത്തിൽ 0, 1, 2, 3, 4, 5, 6 എഴുതുക. അടുത്ത കോളത്തിലെ പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലിൽ 0, 1, 2, 3, 4, 5, 6 എന്നുള്ള വാല്യൂസ് കൊടുത്താൽ ആ പി എക്സിൻ്റെ വാല്യൂ എഴുതാം. പിന്നീട് തിയററ്റിക്കൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ എൻ ഇൻറ്റു പി ഓഫ് എക്സ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇവിടെ 48 + 27 + 12 + 7 + 4 + 1 + 1 അതായത് 100 ആണ്. എന്ന് പറയുന്നത് 100 ആണ്. ആ 100 കൊണ്ട് ഓരോ പി എക്സിനെയും ഗുണിച്ചെഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ടേബിൾ ഉണ്ടാക്കിയിട്ട് അരിത്തമെറ്റിക് മീൻ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് 0, 1, 2, 3, 4, 5, 6. എഫ് 48, 27, 12, 7, 4, 1, 1. ടോട്ടൽ 100. അപ്പോൾ സം ഓഫ് ഫ്രീക്വൻസീസ് 100 ആണ്. അതിന് ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത കോളം എഫ് എക്സ് ആണ്. 0 × 48 0, 1 × 27 27, 2 × 12 24, 3 × 7 21, 4 × 4 16, 5 × 1 5, 6 × 1 6. ടോട്ടൽ 99. അപ്പോൾ സിഗ്മ എഫ് എക്സ് 99, ടോട്ടൽ എൻ 100. ഇനി എക്സ് ബാർ സിഗ്മ എഫ് എക്സ് ബൈ എൻ 99/100 = 0.99. Thus m = 0.99. ഇനി നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എഴുതണം. Therefore the Poisson distribution is P of x equal to e raised to minus m into m raised to x by x factorial equal to e raised to minus 0.99 into 0.99 raised to x by x factorial. e raised to minus 0.99 ന്റെ വാല്യൂ 0.3716. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസും അരിത്തമെറ്റിക് മീനും സെയിം ആണ്. അപ്പോൾ ഇവിടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എം ആണ്, അതായത് 0.99 ആണ്. ഫോർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ ടു എം. Therefore വേരിയൻസ് ഈക്വൽ ടു എം ഈക്വൽ ടു 0.99. ഇവിടെ അതും കൂടെ കാണാൻ പറഞ്ഞാൽ ഓൾസോ കമ്പ്യൂട്ട് വേരിയൻസ് എന്നാണ്. അപ്പോൾ വേരിയൻസ് 0.99. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. അതിൻ്റെ ടേബിൾ നമുക്ക് എഴുതാം. x equal to 0, 1, 2, 3, 4, 5, 6. P of x e raised to minus 0.99 into 0.99 raised to x by x factorial. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ e raised to minus 0.99 into 0.99 raised to 0 by 0 factorial. 0.99 raised to 0 1 ആണ്. 0 factorial എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ആൻസർ e raised to minus 0.99 അതായത് 0.3716. അടുത്ത് എക്സ് 1 ആണെങ്കിൽ e raised to minus 0.99 into 0.99 raised to 1 by 1 factorial. അപ്പോൾ 0.3716 into 0.99 ആണ് 0.3679. അടുത്തത് എക്സിന് 2 കൊടുക്കുക. e raised to minus 0.99 into 0.99 raised to 2 by 2 factorial. 2 factorialന് 1 into 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 0.1821. പിന്നീട് എക്സിന് 3 എന്ന് കൊടുക്കുന്നു.
e raised to minus 0.99 into 0.99 raised to 3 by 3 factorial equal to 0.0601. 3 factorial now 1 into 2 into 3. അടുത്ത 4 എന്ന വാല്യൂ കൊടുക്കും. e raised to minus 0.99 into 0.99 raised to 4 by 4 factorial equal to 0.0149. 4 factorial എന്ന് വെച്ചാൽ 1 into 2 into 3 into 4. അടുത്ത 5 എന്ന വാല്യൂ കൊടുക്കുക. e raised to minus 0.99 into 0.99 raised to 5 by 5 factorial. 5 factorial എന്ന് വെച്ചാൽ 1 into 2 into 3 into 4 into 5. That is 0.0029. അതിനുശേഷം 6 എന്നുള്ള വാല്യൂ e raised to minus 0.99 into 0.99 raised to 6 by 6 factorial. Simplify by 0.0005. അടുത്തത് തിയററ്റിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ N ഇൻറ്റു എ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെങ്കിൽ N ഇൻറ്റു പി ഓഫ് എക്സ്. ഈ ഓരോ പി ഓഫ് എക്സിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. N ഇവിടെ 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു 0.3716 എന്നാൽ 37.16 ആണ്, അതായത് 37 തന്നെ. അടുത്തത് 100 ഇൻറ്റു 0.3679 36.79 എന്ന് പറഞ്ഞാൽ 37. അടുത്ത 100 ഇൻറ്റു 0.1821 18.21 ആണ്, അപ്പോൾ 18. 100 ഇൻറ്റു 0.0601 6. 100 ഇൻറ്റു 0.0149 1.49 അല്ലെങ്കിൽ 1.52 എന്ന് എഴുതാം. അടുത്ത 100 ഇൻറ്റു 0.0029 0.30. 100 ഇൻറ്റു 0.0005 0.10. ഇതെല്ലാം 0 ആണ്. നമുക്കത് ഒരു ഇൻറ്റിജറിന് റൗണ്ട് ചെയ്ത് എഴുതാണ്. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് കിട്ടുന്നത് 37, 37, 8, 6, 2. ഇതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.